നമ്മുടെ GCD കുടുംബത്തിലേക്ക് എല്ലാവർക്കും പ്രത്യേകം നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മുടെ മൂന്നാമത്തെ പ്രൊജക്റ്റായിട്ടുള്ള GCD ഹൈപ്പർ മാർക്കറ്റ് പത്തനംതിട്ടയിലെ വള്ളംകുളം ആ സ്ഥലത്താണ് വരാൻ പോകുന്നത്. ഈ ഹൈപ്പർ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ഇതിനകത്ത് പങ്കാളിത്തം സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് വരുമാനം നേടുവാനും അതിനോടൊപ്പം തന്നെ വില കുറച്ച് സാധനം വാങ്ങിക്കാനും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച് മറ്റു ജില്ലകളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും നമ്മൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. ഏതൊരു സാധാരണപ്പെട്ട വ്യക്തികൾക്കും ഇതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളിത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ ഒരു പ്രസ്ഥാനം നമ്മൾ തുടങ്ങി വെച്ചു. 2023 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് പല പല പ്രൊജക്റ്റുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ചെയ്യുന്ന ഇന്ത്യയിലെ വലിയൊരു സംരംഭമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുന്ന എല്ലാ വ്യക്തികളും പല രീതിയിലുള്ള ഗുണങ്ങളാണ് അവർക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് മാറി വെച്ചു. നമുക്ക് ഒരിക്കലും കോർപ്പറേറ്റ് കമ്പനികളായി അല്ലെങ്കിൽ വലിയ ഒരു സാമ്പത്തിക ശേഷി ഒരു വ്യക്തിക്കുണ്ടാകുക അല്ലെങ്കിൽ ആ ഒരു കൂട്ടം കുറച്ച് പേർക്കുണ്ടാകുക എന്നുള്ള ലക്ഷ്യമല്ല. മറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മുടെ ഈ പ്രസ്താവനം ഓരോ കാര്യം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിലാദ്യത്തെയാണ് നമ്മുടെ GCD മാർട്ട്, മൾട്ടി വെണ്ടർ ഇ-കൊമേഴ്സ് സൈറ്റാണ്. അതിനകത്ത് ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം അവൈലബിലിറ്റി ആണ്. കൂടാതെ ഇനിയും കൂടുതൽ കമ്പനികളെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഏതൊരു ഉൽപ്പന്നവും ജനങ്ങൾക്ക് നേരിട്ട് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സംവിധാനമാണെന്ന് ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഇത്തരത്തിലൊരു പ്രസ്ഥാനം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനും വില കുറച്ച് വാങ്ങിക്കാനും അതിനോടൊപ്പം തന്നെ ഇവർക്കൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഇതാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അടുത്ത മാസം നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മെമ്പേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനകത്ത് ബിസിനസ്സായിട്ട് കണ്ടുകൊണ്ട് പല പല പ്രൊജക്റ്റുകൾ നമുക്ക് വരും. അതിനെ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ അല്ലെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന 10 മേഖലയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 2-3 വർഷം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു പണി ചെയ്തില്ലേലും നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം തന്നെ സാധ്യമാക്കുന്നത് ഇന്ന് ലോകത്ത് തന്നെ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി. ഇന്ന് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം ഒരു പുതിയ മേഖലയിലേക്ക് നമ്മളും ചുവട് വെച്ചിരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രേഡിംഗ് സ്വഭാവത്തിന് മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് ടോക്കണിനോ കോയിൻസിൻ്റെ ഒക്കെ വില കുറയുമ്പോൾ വാങ്ങിച്ചു വെക്കുന്നു, അത് വില കൂടുമ്പോൾ വിൽക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷെ നമ്മൾ വിഭാവനിച്ചിട്ടുള്ള ഈ 10 ഫിസിക്കൽ പ്രൊജക്റ്റും ജനങ്ങൾക്ക് ആവശ്യമുള്ള 10 മേഖല. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സർവീസ് കൊടുക്കാനും നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സാധിക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പങ്കാളിത്തം സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും നിങ്ങളുടേതായിട്ടുള്ള തുച്ഛമായ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇതിനകത്തേക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ടോക്കൺ നിങ്ങൾക്ക് കിട്ടുകയും ആ ടോക്കണിൻ്റെ മൂല്യം വർദ്ധിച്ച് നിങ്ങൾക്ക് വലിയൊരു അസറ്റായിട്ട് മാറും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി അതിൻ്റെ 40% ലാഭവിഹിതം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൂടാണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വാങ്ങിക്കാൻ സാധിക്കും. പരമാവധി ഉൽപ്പന്നങ്ങൾ GCD മാർട്ടിലും GCD ഹൈപ്പർ മാർക്കറ്റിലും ലഭ്യമാകും. ഏത് ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാലും ശരി, നിങ്ങൾക്ക് നല്ല റേറ്റിന് എവിടെ കിട്ടുന്നേക്കാളും വില കുറച്ച് കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം നമ്മൾ ചേർക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെക്കാൾ ഉപരി നമ്മുടെ ടോക്കണിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാന്നുള്ളതാണ്. ആ ടോക്കണിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ടോക്കൺ ചെല്ലുകയും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ചെല്ലുന്നതോടെ തന്നെ
നമ്മുടെ കമ്പനിയിൽ നിന്ന് അവർക്ക് വില കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ലാഭവിഹിതം നേടാൻ സാധിക്കും. മറുവശത്ത് ടോക്കന്റെ മൂല്യം വർദ്ധിച്ച് വലിയൊരു അസറ്റായിട്ട് മാറിച്ചു. ഇത്തരത്തിൽ മറ്റ് ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ നമ്മുടെ ലോകത്തെ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിറ്റ് കോയിൻ പോലും ട്രേഡിംഗ് സ്വഭാവമാണ്. അപ്പോൾ ആ ട്രേഡിംഗ് സ്വഭാവത്തിൽ നമ്മൾ വില കുറച്ച് വാങ്ങിച്ചു വെക്കുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു, അത് മാത്രമേ. പക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു കൺസെപ്റ്റിലെ ഇത്തരത്തിലൊരു ടോക്കൺസ് ലോഞ്ച് ചെയ്യാന്ന് പറയുന്ന നിസ്സാര കാര്യമുണ്ട്. അത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, ഏറ്റവും മുൻനിരയിലേക്ക് വരാൻ പോകുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റിലെ www.gcdtoken.io അതിനകത്ത് കയറിയിട്ട് വൈറ്റ് പേപ്പർ കോളം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 10ഓളം പ്രൊജക്റ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഏതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതും അതിൻ്റെ ഉപവിഭാഗവും വരും. അപ്പം ഈ കൺസെപ്റ്റ് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, ഇവിടുത്തെ സാധാരണ തീരെ താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെ താഴെ തട്ടിലല്ല വരുമാനമുള്ള ആൾക്കാർക്ക് പോലും ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ വരുമാനം കിട്ടുക എന്നുള്ളതാണ്. അതുവഴി അവരുടെ സാമ്പത്തിക ഭദ്രതയും വളർത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലൊരു ആശയം. അതല്ലാണ്ട് വെറുതെ ഒരു ക്രിപ്റ്റോ അസറ്റ് എന്നുള്ള രീതിയിലല്ല. അപ്പൊ ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസിനെ അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ GCD ടോക്കനെ ബേസ് ചെയ്തിട്ടുള്ള ഈ പ്രൊജക്റ്റ് എല്ലാം തന്നെ ഇന്ത്യയിലെ 10ഓളം പ്രൊജക്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നതോട് തന്നെ ജനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ചെയ്യണം. അതുവഴി ഇന്ത്യയിൽ നടക്കുന്ന വ്യാപാര വ്യവസായങ്ങളിലെ മുഖ്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അതിൻ്റെ ലാഭവിധം സാധാരണ ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ സജീവമായി നിന്ന് ഓരോ സപ്പോർട്ടും ചെയ്തതിന് വളരെയധികം സന്തോഷം. താങ്ക് യു.